നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 1 ശുക്രൻ രാശി മാറുന്നു. പക്ഷേ നീചരാശിയിലേക്കാണ്. ഓക്കെ, അത് ഓഗസ്റ്റ് 1 രാവിലെ 9:29 AM ശുക്രൻ നീചരാശിയായ കന്നി രാശിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ശുക്രൻ ഒരു 9 രാശിയിൽ നിന്നാലും ഭാവങ്ങളിൽ നിന്നാലും അനുകൂലമായിട്ടുള്ള ഫലം തരും. അതുപോലെ തന്നെ ഏകദേശം ഒരു 3 രാശിയിലാണ് പ്രതികൂലമായിട്ടുള്ള ഫലം തരുന്നത്. പക്ഷേ അതും വലിയ രീതിയിൽ പ്രതികൂലമൊന്നുമല്ല. ശുക്രൻ ഒരു ശുഭഗ്രഹമായതുകൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി നേട്ടങ്ങൾ നേടുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. 9 രാശിയുടെ പേരാണ് ഞാൻ പറയേണ്ടത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല. ടോട്ടൽ 4 രാശിക്കാരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല ഭാവം കൂടെ വരുമ്പോൾ ഈ ശുക്രൻ കയറി അങ്ങ് ബലക്കും. ഓക്കെ, നീചരാശിയാണ്, അല്പം ഗുണഫലം കുറഞ്ഞിരിക്കും. എന്നാൽ തന്നെയും ചിലപ്പോൾ അറിയാമത്തില്ല, ഈ പറഞ്ഞ ബ്ലാക്ക് മണി ആയിരിക്കും കിട്ടുന്നത്. ശുക്രൻ നീചരാശിയിലായതുകൊണ്ട് ചിലപ്പോൾ ബ്ലാക്ക് മണി ആയിരിക്കും കിട്ടുന്നത്. മിക്കവാറും ചിലർക്കൊക്കെ ഭൂമി കച്ചവടം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 10 ലക്ഷത്തിന് വിറ്റാലും 5 ലക്ഷം പോലും പ്രമാണത്തിൽ വെക്കത്തില്ല, സർക്കാരിന് നഷ്ടം. അപ്പോൾ സംഭവം ഇതാണ്. നമുക്ക് ശുക്രൻ്റെ അനുകൂല ഭാവം വരുമ്പോൾ കിട്ടുന്ന ഗുണഫലങ്ങൾ ഏകദേശം നിങ്ങൾക്കറിയാം. ഓക്കെ, ശുക്രൻ ഉദിക്കുകയാണ്. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോ രാശിക്കാർക്ക് പല ഭാവത്തിൽ പല രീതിയിൽ ശുക്രൻ ഉദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭൗതിക സുഖങ്ങൾ, പിന്നെ ധനവരവ്, പിന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടം, പിന്നെ ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കും. അങ്ങനെ പല നേട്ടങ്ങളാണ് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അത് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ 4 രാശിക്കാരാരൊക്കെയാണെന്ന് പറയാം. ശുക്രൻ ഇത് ശരിക്കും ശുക്രൻ ഓഗസ്റ്റ് 1 കന്നി വന്നിട്ട് സെപ്റ്റംബർ 2 വരെ ഏകദേശം 32-33 ദിവസം കന്നി രാശിയിൽ തന്നെ നിൽക്കും. അപ്പോൾ നേട്ടം ആർക്കൊക്കെ എന്ന് നോക്കാം. ആദ്യം ഞങ്ങൾ പറയുന്നത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഈ ഇടവൻ രാശിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓഗസ്റ്റ് 3 ഫലം നോക്കിയപ്പോൾ ഇവർക്ക് ഒരു ഗ്രഹം പോലും ഡയറക്റ്റ് പ്രതികൂലമില്ല. നേരത്തെ ഉണ്ടായിരുന്നത് ചൊവ്വയാണ്. ചൊവ്വ അത് പക്ഷേ ഓഗസ്റ്റ് 2 മാറും. ഓക്കെ, നമ്മൾ നോക്കിയത് ഓഗസ്റ്റ് 3 ഈ ഗ്രഹനിലയാണ്. അപ്പോൾ ഇദ്ദേഹം ശുക്രൻ ഈ ഇടവൻ രാശിക്ക് 5ാം ഭാവത്തിലാണ് വരുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് ഓഗസ്റ്റ് 2 ആകുമ്പോൾ ചൊവ്വ ലഗ്നത്തിൽ നിന്ന്, അതായത് ജന്മത്തിൽ നിന്ന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് പോകും. അപ്പോൾ ഈ ചൊവ്വ കൊണ്ടുള്ള ദോഷം ഇവർക്ക് കുറയുകയും ചെയ്യും. ശുക്രൻ കൂടുതൽ അനുഗ്രഹം തരികയും ചെയ്യും. കാര്യം 5ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവുമായിട്ട് ബന്ധമുള്ള പിതാവ്, മക്കൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവമാണ് ഈ 5ാം ഭാവം എന്ന് പറയുന്നത്. തൊഴിൽ, അങ്ങനെയൊക്കെ പല നേട്ടങ്ങളാണ്, പല രംഗങ്ങളിലാണ്, പല വകുപ്പുകളിലാണ് ശുക്രൻ കയറി 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കയറി പിടിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമെ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനും പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുതുല്യരായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടവൻ രാശിക്ക്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത്
കന്നി രാശിയാണ്. ബാക്കി ഗ്രഹങ്ങൾ രാശികൾക്ക് ഗുണമില്ലെന്നല്ല, അവർക്ക് ഇവരുടെ അത്രയും ഗുണം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അവർക്കും വലിയ പ്രോബ്ലം ഒന്നും വരത്തില്ല. അപ്പോൾ രണ്ടാമത് ഞങ്ങൾ പറയുന്ന ഗുണം കിട്ടുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ഈ കന്നി രാശിക്ക് നിരത്തിപ്പിടിച്ച് അനുകൂല ഭാവങ്ങൾ ഉള്ള ഗ്രഹങ്ങൾ നിരന്നു നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ 4 രാശിക്കാരിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് കന്യരാശിക്കാർക്കാണ്. കന്യരാശിക്കാരെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞു, ഇന്ന് രാവിലെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കന്യരാശിക്കാർ, കന്നി ലഗ്നക്കാരും അവരുടെ ഫലം നോക്കുക. കന്യരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, പച്ചയായിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് കയറി കൃത്യം ഇടിവെട്ട് സൗഭാഗ്യമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം ഇവർക്ക് ജന്മത്തിലാണ് ശുക്രൻ വരുന്നത്. നീചരാശിയിലാണെന്നേ ഉള്ളൂ, ഇച്ചിരി ഗുണം കുറയും. എന്നാൽ തന്നെയും ഇവർക്ക് ജന്മത്തിൽ ശുക്രൻ വരുമ്പോൾ ഇവർക്ക് സാധാരണ രീതിയിലുള്ള ശുക്രൻ്റെ നേട്ടങ്ങൾക്ക് പുറമെ, അമ്പലത്തിലൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ, അതായത് സാധാരണ പൂജകൾക്ക് പുറമെ എന്നും പറഞ്ഞ് ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഏതാണ്ട് അതുപോലെ സാധാരണ ഇവർക്ക് ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളെല്ലാം കിട്ടും. അത് കൂടാതെ ഇവർക്ക് ആരോഗ്യവും സൗന്ദര്യവും ഇച്ചിരി ഗ്ലാമറൊക്കെ കൂടും. വിഷമം തോന്നിയിട്ട് കാര്യമില്ല, ഗ്ലാമറൊക്കെ ചിലപ്പോൾ അങ്ങ് കൂടിയെന്ന് വരും. പിന്നെ തീർച്ചയായിട്ടും എല്ലാ ഭൗതിക സുഖങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാ ഭൗതിക സുഖങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളും. ഓക്കെ, അങ്ങനെ നിരവധി നേട്ടങ്ങൾ കന്യരാശിക്കാർക്കുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 8 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അതേസമയം ഇടവൻ രാശിക്ക് ഒരു ഗ്രഹം പോലും പ്രതികൂലവുമില്ല. അപ്പോൾ എന്നാലും കൂടുതൽ ഗ്രഹങ്ങൾ, പരമാവധി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നത് കന്യരാശിക്കാണ്. കന്യരാശിക്കാണ് ഈ ശുക്രൻ്റെ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത്. ഇനി ഞങ്ങൾ പറയുന്നത് തുലാം രാശിയാണ്. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. അപ്പോൾ ഇടയ്ക്ക് പറയട്ടെ, നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ അത് പരിഹരിക്കാം. ഫോൺ വിളിക്കരുത്, പകരം ഇത് എന്താ പറയുക, മെസ്സേജ് അയയ്ക്കുക, വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പ് നമ്പർ പറയാം, ഫോൺ വിളിക്കരുത്, തിരക്കാണ്. ഓക്കെ, 9847291363. അപ്പോൾ തുലാരാശിക്കും നേട്ടമാണ്. അവരുടെ 12ാം ഭാവത്തിലാണ്, വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് ശുക്രൻ വരുന്നതെങ്കിലും പൊതുവെ ഇവർക്ക് ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാനും ഇടയാകും. അല്ലാതെ ദുരിതമൊന്നും ഈ ശുക്രൻ കൊണ്ടൊന്നും തരത്തില്ല, നേട്ടം തന്നെയാണ്. എങ്കിലും കയ്യിൽ ഇരിക്കുന്ന പണം ഗുണകരമായ പല ആവശ്യത്തിനും അവർ ചെലവഴിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നഷ്ടം വരുമെന്നല്ല, തീർച്ചയായിട്ടും അവർക്ക് അതുവഴി ഭാവിയിൽ നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ തുലാം രാശിയിലെ കഥ അങ്ങനെ. ഇനി ഞങ്ങൾ പറയുന്ന 4ാമത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അന്നത്തെ ദിവസം ഏകദേശം 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ശനിയും വ്യാഴവും ഇവർക്ക് ഒരുമിച്ച് അനുകൂലമാണ്. കൂടാതെ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു 3-ാം തീയതി, അല്ല 2-ാം തീയതി. അതുപോലെ തന്നെ വ്യാഴവും ശനിയും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു, ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രനും കൂടെ ചെന്ന് ചേരുമ്പോഴത്തേക്ക് ഇവർക്ക് നിരത്തിപ്പിടിച്ച് അടിപൊളി സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ്, 9ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. ഓക്കെ, വൺ ഓഫ് ദി ബെസ്റ്റ്. 11ാം ഭാവത്തിലെ വൃശ്ചികം രാശിക്ക് വരുമെങ്കിലും പൊതുവേ ഇവർക്ക് വ്യാഴവും ഒക്കെ അനുകൂലമാണ്. വൃശ്ചികം രാശിക്ക് 11ാം ഭാവത്തിലാണ് വൃശ്ചികം രാശിക്ക് വരുന്നത്. അവർക്കും നേട്ടം തന്നെ. എങ്കിലും അവർക്കൊരു 3 ഗ്രഹങ്ങളുടെ ഡയറക്റ്റ് ആനുകൂല്യമേ കിട്ടുന്നുള്ളൂ. പക്ഷേ അവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ട്.
അപ്പോൾ ആദ്യം പറഞ്ഞ മകരം രാശിയുടെ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം ആവട്ടെ ആദ്യ 2 പാദം. മകരം രാശിക്കും നേട്ടമാണ്, ഭാഗ്യാനുഭവങ്ങൾ കൂടിയിരിക്കും. അതുപോലെ തന്നെ 5ാമത് ഞങ്ങൾ 5 രാശിയിൽ ഞങ്ങൾ പറയുന്നില്ല, വൃശ്ചിക രാശിക്കും നേട്ടമൊക്കെ തന്നെ. പക്ഷേ അത്യാവശ്യം ഗുണങ്ങൾ കുറയും. കാര്യമായിട്ട് അവർക്ക് കൂടുതൽ ഗ്രഹങ്ങളൊന്നും ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. പക്ഷേ 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ വ്യാഴം 9ാം ഭാവത്തിൽ, ശുക്രൻ 11ാം ഭാവത്തിൽ, ബുധൻ ഇഷ്ടസ്ഥാനത്ത്, അഷ്ടമത്തിലാണെങ്കിൽ ബുധൻ അവിടെ അനുകൂലമൊക്കെ തന്നെ. അപ്പോൾ സംഭവം ഇതാണ്. വൃശ്ചിക രാശിക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചൊവ്വ പ്രതികൂലമാണ്. എങ്കിലും വൃശ്ചിക രാശിയെയും നമുക്ക് ഈ കൂട്ടത്തിൽ ഗുണം കിട്ടുന്ന ആദ്യത്തെ 5 രാശിക്കാരിൽ വൃശ്ചിക രാശിയും കൂട്ടാം. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. അപ്പം ആകെ മൊത്തം ടോട്ടല് ആകെ മൊത്തം ടോട്ടല് പൊതുവെ ശുക്രൻ്റെ നീചരാശിയിലോട്ടുള്ള മാറ്റം അത്ര ഗുണകരമല്ല. എന്നാൽ തന്നെയും പൊതുവെ എല്ലാവർക്കും നിരവധി രാശിക്കാർക്ക് നേട്ടങ്ങളാണ്. അതിൽ തന്നെ ആദ്യം പറഞ്ഞ 4 രാശിക്കാർക്കാണ് കൂടുതൽ നേട്ടം. വൃശ്ചിക രാശിക്കാരും കുഴപ്പമില്ലാത്ത രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ 7 രാശിക്കാരുണ്ട്. അവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഈ പറഞ്ഞ ആദ്യത്തെ 4 രാശിക്കാർ അത്രയും വരില്ല അവരുടെ നേട്ടങ്ങൾ എന്നേ ഉള്ളൂ. എന്തായാലും വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.